ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സീനത്ത് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മുന്തിരി റെസിപ്പിയുമായിട്ട് മുന്തിരി ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഗ്യാസ് ഓണാക്കി അതിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിന് ഗ്ലാസ് ലേറെ ഒരു അര ഗ്ലാസ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളക്കുന്നത് വരെ കാത്തു വെച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 250 മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് ഒരു വെള്ള ജ്യൂസിനാണ് ഇന്ന് ആവശ്യം. അപ്പോൾ അതിനാവശ്യമായ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തിളക്കുന്നത് വരെ നന്നായിട്ട് തിളച്ച് കത്തി ഒരു വിധത്തിൽ പരുവാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് ഒരു വേവൊക്കെ വരുന്നുണ്ട്. നന്നായി വേകുന്നത് വരെ ആണ് ഇളക്കാനുള്ളത്. അപ്പോൾ ഈ എന്തെന്നറിയുന്നതിനായിട്ട് എല്ലാ മുന്തിരിയും തോല് കഴിഞ്ഞ് സെറ്റാവും. അപ്പോൾ എൻ്റേത് പകുതി റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കയ്യിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയും 1 ടീസ്പൂണ് ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കി നല്ല ഒരു പരുവമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ മുന്തിരി നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി ഇളക്കുന്നുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാനാണ്. ഫ്ലെയിമൊക്കെ ഫുള്ളാണ്. നല്ല ഒരു റെഡ് കളറായിട്ടാണ് ഇപ്പോൾ വെള്ളം വന്നിട്ടുള്ളത്. ആ തൊലിമുള്ള കളറും മുന്തിരിയുള്ള കളറൊക്കെ വെള്ളത്തിൽ ലയിച്ച് ചേർന്ന് ഇപ്പോഴും ഒരു ജ്യൂസിൻ്റെ കളറൊക്കെ ആയിട്ടുണ്ട്. ഒന്നും കുറുകിയിട്ടില്ല. ഒന്നായിട്ട് നോക്കുമ്പോൾ ഒന്ന് കട്ടിയായി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഇത് തിളക്കേണ്ടി വരും കേട്ടോ. അതുവരെ ഇങ്ങനെ കുറേയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇനി അത് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ചെമ്പട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. അതെടുത്തിട്ടുണ്ട്. ചെറിയൊരു പാത്രമാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചോറ് ഊറ്റുന്ന കൊട്ടക്കയിലാണ്. നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ കുരൊന്നും ഇതിലേക്ക് ചാടൂല. എല്ലാം കൊട്ടക്കയിൽ തന്നെ ചാടും. ജ്യൂസ് അരിപ്പെടുത്താൽ നന്നായിട്ട് ചൂടുള്ള ഇതല്ലേ. അപ്പോൾ അരിപ്പാകുമ്പോഴൊന്ന് ചൂടാറാഞ്ഞാൽ ഉരുകി പോകുമല്ലോ. പ്ലാസ്റ്റിക് ആകുമ്പോൾ അത്ര നല്ലതല്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ചൂടുള്ളതിൽ ഒഴിക്കാത്തത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഐസും വെള്ളമാണ് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്ത് നിങ്ങളൊക്കെ എങ്ങനെ ജ്യൂസ് ചെയ്യൽ എനിക്കൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ എനിക്കും അതുപോലെ ചെയ്ത് നോക്കാം. ഇത് ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ഏതായാലും നല്ല ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. നിങ്ങളെങ്ങനെയാണോ ചെയ്യൽ അതുപോലെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ എനിക്കൊന്ന് ചെയ്ത് നോക്കാമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ അതൊരു പാത്രത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് പാർന്ന് വെക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ, നമ്മളെ ജ്യൂസ് സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസാണ്. ഇനി ഗ്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചാണ് കുടിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അറിയാം. ഐസും വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടാ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.